ഹായ്, ഞാൻ സായിദ് പയ്യന്നൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും രസകരമായ ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളിൽ പലരും ഇങ്ങനൊരു ടേം ഞാൻ ഇന്ന് പറയുന്ന കാര്യം കേൾക്കാൻ സാധ്യത വളരെ കുറവാണ്. സീറോ സം തിങ്കിങ്. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. എന്താണ് സീറോ സം തിങ്കിങ് എന്നല്ലേ? നാർസിസ്റ്റിനെ സംബന്ധിച്ച് ഗണിതശാസ്ത്രത്തിലൊരു തത്വമാണ് അവരെ നയിക്കുന്നത്. അതായത് ഗണിതശാസ്ത്രത്തിലൊരു സംഗതിയുണ്ട്. ഒരു പോസിറ്റീവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും. അതേപോലെ പ്ലസ്, ഇവിടെ പ്ലസ് ഒന്നാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഒന്നായിരിക്കും. ഇവിടെ +2 ആണെങ്കിൽ ഇവിടെ -2 അങ്ങനെയായിരിക്കും. അതായത് ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആയിരിക്കും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലം കിട്ടുന്നത്? ശൂന്യം, 0 ആയിരിക്കും. ഇതാണ് ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും അറിയുന്ന തിങ്കിങ്. എന്നാൽ സാധാരണ ജീവിതത്തിൽ ഇത് പോസിബിൾ അല്ല. സാധാരണ ജീവിതത്തിൽ ഇവിടെ സക്സസ് ആണെങ്കിൽ ഇവിടെ ഫെയിലിയർ എന്ന നിർബന്ധമൊന്നുമില്ല. ഇവിടെ സക്സസ് ആണെങ്കിൽ ഇവിടെയും സക്സസ് ആവാം. ഇവിടെ ഗുണം കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെയും ഗുണം കിട്ടാം. ഇവിടെ വിന്നാണെങ്കിൽ, ജയമാണെങ്കിൽ ഇവിടെയും ജയമായിരിക്കാം. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഉദാഹരണം പറയാം. നമ്മൾ ഒരാൾക്ക് ഒരു സന്തോഷം പകർന്നു, അതുകൊണ്ട് അവർക്ക് ദുഃഖമുണ്ടാവണമെന്നില്ല, അവർക്കും സന്തോഷമാവാം. നമ്മൾ ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തു, അതുകൊണ്ട് നമുക്ക് കുറച്ചിലുണ്ടാവണമെന്നില്ല, നമുക്കും അതിൻ്റെ ഗുണം, അദ്ദേഹത്തിൻ്റെ ചിരി തന്നെ നമുക്ക് ബെനിഫിറ്റ് ആവാം. പോട്ടെ, നമ്മൾ സാധനം വാങ്ങാമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് അവിടുന്ന് സാധനം കിട്ടും. അപ്പോൾ പൈസ കൊടുത്ത അയാൾക്കും ഗുണം, ഈ സാധനം കിട്ടുന്ന നമുക്കും ഗുണം. അപ്പോൾ രണ്ടു പേർക്കും ഒരുപോലെ ഗുണം കിട്ടുന്ന സംഗതി ആയിരിക്കും. അപ്പോൾ ഈ കണക്കിലെ കളി നമുക്ക് ജീവിതത്തിൽ അപ്ലിക്കബിൾ ആവണം എന്നില്ല. എന്നാൽ നാർസിസ്റ്റിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. നാർസിസ്റ്റിനെ സംബന്ധിച്ച് അവർക്ക് സക്സസ് ആണെങ്കിൽ നമുക്ക് ഫെയിലിയർ, മറ്റുള്ളവർക്ക് സക്സസ് ആണെങ്കിൽ അവർക്ക് ഫെയിലിയർ എന്നാണ് അവരുടെ വിശ്വാസം. പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി വിശദീകരിക്കാം. അതായത് മറ്റൊരാൾ സന്തോഷിക്കുന്ന സമയത്ത് ഇവർ വിചാരിക്കുന്നത് എനിക്ക് നഷ്ടപ്പെട്ടു, എനിക്ക് നഷ്ടമാണ് സംഭവിക്കുന്നത്. മറ്റൊരാളുടെ വിജയം തനിക്ക് നഷ്ടമായിട്ടാണ് അവർ കരുതുക. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വിജയത്തിലൊന്നും അവർക്ക് സന്തോഷിക്കാൻ സാധിക്കാത്തത്. മറ്റുള്ളവർക്ക് എന്ത് നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാലും അവർക്ക് അസൂയ തോന്നുന്നത്, കുശുമ്പ് തോന്നുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ സീറോ സം തിങ്കിങ് ആണ് അവരെ നയിക്കുന്നത്. ഒരിക്കലും വിൻ വിൻ പോളിസി എന്ന സംഗതിയിൽ അവർ വിശ്വസിക്കുന്നില്ല. അതായത് എല്ലാവർക്കും സക്സസ്, എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും ഗുണം എന്നൊരു പ്രോസസ്സിൽ അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു കൃത്യമായ ഉദാഹരണത്തിലൂടെ തന്നെ നമുക്കിത് നോക്കാം. ഒന്നാമത്തെ നമുക്ക് ഉദാഹരണമായി പറയാൻ പറ്റുന്നത് അംഗീകാരം പങ്കുവെക്കലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് അംഗീകാരം നൽകുന്നത് ഇവരെ പോക്കറ്റിലുള്ളത് എന്തോ നഷ്ടപ്പെട്ട ഫീലിംഗ് ആണ്. അതുകൊണ്ടാണ് ഇവർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാൻ വളരെയധികം മടിയാണ്. മറ്റുള്ളവർ എന്തെങ്കിലും സക്സസ് ആയി കഴിഞ്ഞാൽ ഇവർ പറയുന്നത് എന്തായിരിക്കും? പൊതുവെ അതൊക്കെ ഭാഗ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഉടായ്പിലൂടെ നേടിയതാണ്, അല്ലെങ്കിൽ ആർക്കും നേടാൻ പറ്റും, അതിനൊക്കെ വില കുറച്ച് കാണും. പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് അംഗീകാരം നേടുമ്പോൾ ഇവരെ പരിഗണിക്കുന്നത്, ഇവരെ അംഗീകരിക്കുന്നത് കുറയുമെന്നുള്ളൊരു ധാരണ ഇവർക്ക് ശക്തമായിട്ടുണ്ട്. നമ്മളെ കമ്പനിയിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കുന്ന സമയത്ത് ഈ വ്യക്തി, നാർസിസ്റ്റായ വ്യക്തി, ഇവരെ ഡീമോട്ടിവേറ്റ് ചെയ്യാം. അതൊക്കെ ആർക്ക് നേടാവുന്നേ ഉള്ളൂ, അതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന അംഗീകാരം കുറയുകയും മറ്റേ വ്യക്തിക്ക്, നേട്ടമുണ്ടായ വ്യക്തിക്ക് അംഗീകാരം കൂടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അവർക്ക് നഷ്ടമായിട്ടാണ് തോന്നുക. അപ്പോൾ അത്തരം കാര്യം കൊണ്ടാണ് ഇവർ ഈ ഒരു രീതിയിലുള്ള തിങ്കിങ് പാറ്റേൺ ഉണ്ടാക്കുന്നത്. ഒന്ന്. ഇനി രണ്ടാമത്തെ ഉദാഹരണത്തിലേക്ക് പോകാം. നമ്മൾ ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അവരെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ആ ഹാപ്പി മൂഡ് ഇല്ലാണ്ടാക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഏറ്റവും സെലിബ്രിറ്റി മൂമെൻറ്റ്, നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന മൂമെൻറ്റൊക്കെ അവർ കൊളാക്കും. അങ്ങനെയുള്ള സമയത്ത് അവർ എന്താണ് നഷ്ടമായി കണക്കാക്കുന്നത്? നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ അവർക്ക് കിട്ടേണ്ട അറ്റൻഷൻ കുറയുന്നു. അത് അവരൊരു ഫെയിലിയർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ എനിക്ക് നഷ്ടമുണ്ടാക്കിയിട്ട്, എനിക്ക് ഫെയിലിയർ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സന്തോഷിക്കേണ്ട എന്നൊരു മനോഭാവത്തിലൂടെ അവർ നമുക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രത്യേകിച്ച് സാധാരണ മനുഷ്യൻ എന്താ ചെയ്യുക? അവർക്ക് സന്തോഷം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഞാനും ആ സന്തോഷത്തിൻ്റെ ഭാഗമാവട്ടെ എന്ന് ചിന്തിച്ച് നമ്മുടെ ആഘോഷങ്ങളിൽ, മറ്റുള്ളവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. എന്നാൽ ഇവരെ സംബന്ധിച്ച് ഇവർ മാറി നിൽക്കുന്നു, എന്നിട്ട് അവർക്ക് അറ്റൻഷൻ കിട്ടാൻ നോക്കുന്നു. അതായത് ഈ സക്സസ് മൊത്തം അങ്ങോട്ടേക്ക് വലിക്കാൻ നോക്കുന്നു. ഇനി മൂന്നാമത്തെ ഉദാഹരണം നോക്കാം. ഇത് വളരെ രസകരമാണ്. അതായത് ഇവരുടെ ഭാര്യയോട്, മക്കളോടൊക്കെ മത്സരിക്കും. മക്കൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നിസാരവൽക്കരിച്ച് പറയും. എൻ്റെ കാലത്തൊക്കെ ഇതിനേക്കാളും വലിയ സംഭവം ഞാൻ നേടിയിട്ടുണ്ട്, നല്ല മാർക്ക് നേടിയിട്ടുണ്ട്, ഞാനൊക്കെ സക്സസ് ആയ പോലെ നീ ഒന്നും ആയിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെയും സംഭവിക്കുന്ന അതേ സെയിം നേരത്തെ പറഞ്ഞ സംഗതിയാണ്. അതായത് മക്കൾ വലുതാവുമ്പോൾ ഇവരെ കൺട്രോളിൽ നിന്ന് പോകും, അല്ലെങ്കിൽ ഇവരില്ലാണ്ട് വിജയിക്കും. അപ്പോൾ അതൊരു സക്സസ് ആണ്, അപ്പോൾ ഞാനൊരു ഫെയിലിയറാണ്, അങ്ങനെ ഞാൻ ഫെയിലിയർ ആവണ്ട, അവർ താഴോട്ട് പോരട്ടെ, അതായത് വീഴട്ടെ, വിജയിക്കണ്ട. അങ്ങനെ വിജയിക്കാതിരുന്നാൽ ഞാൻ വിജയിയായിട്ട് അവർ പ്രഖ്യാപിക്കും. നിങ്ങൾക്ക് പൊതുവേ അറിയാലോ, മക്കളാരെങ്കിലും എന്തെങ്കിലും വലിയ നേട്ടം നേടിക്കഴിഞ്ഞാൽ അവരെന്താ പറയുക? പൊതുവേ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, ഞാൻ ഇങ്ങനെ പോറ്റിയതുകൊണ്ടാണ്, ഇങ്ങനെ വളർത്തിയതുകൊണ്ടാണെന്നൊക്കെയാണ് പൊതുവേ നാട്ടുകാരോടൊക്കെ പറയാം.
പിന്നെ ഇതിൽ വ്യത്യാസമുള്ള ടീമുണ്ട് കേട്ടോ. അതായത് ഇവർക്ക് നേടാൻ പറ്റാത്ത നേട്ടം മക്കളിലൂടെ നേടാൻ ആഗ്രഹിക്കും, എന്നിട്ട് മക്കളെ സക്സസ് ആക്കും. പക്ഷേ അവിടെയും മക്കളെ സക്സസ് എന്ന് പറയുന്നത് ഇവരെ സക്സസ് ആയിട്ടാണ് ഇവർ കണക്കാക്കുക. അതുകൊണ്ട് തന്നെ ഈ മക്കളിൽ ആരെങ്കിലും അല്ലെങ്കിൽ പുറമെയുള്ള ആരെങ്കിലും അവരുടെ കഴിവ് കൊണ്ടാണ്, മക്കളുടെ കഴിവ് കൊണ്ടാണ് വിജയിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ അപ്സെറ്റ് ആവും. ഇവർ അപ്പം തന്നെ അതിനെ അടമനായിട്ട് എതിർക്കും. അങ്ങനെയല്ല, ഞാനാണ് ഇത് ചെയ്തു കൊടുത്തത്, ഞാനത് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കൊരിക്കലും ഇങ്ങനെ സക്സസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വാദിച്ച് ആ ജയത്തിൻ്റെ ക്രെഡിറ്റ് മൊത്തം എടുക്കും. അതായത് സക്സസ് മൊത്തം എനിക്ക് മതി, മറ്റുള്ളവർ ഫെയിലിയർ, ഈ ഒരു കൺസെപ്റ്റ് അവരെ എപ്പോൾ നയിക്കുമെന്നർത്ഥം. ഇനിയും നമുക്ക് ഉദാഹരണങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരെണ്ണം കൂടി പറയാം. നമ്മൾ കാമായിരിക്കുന്ന സമയത്ത്, നമ്മൾ സമാധാനമായിരിക്കുന്ന സമയത്തൊക്കെ അവർ വിചാരിക്കുന്നത് നമ്മൾ സക്സസ്, അവർ ഫെയിലിയർ എന്നാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ട്രിഗർ ആവും. അപ്പോൾ നമ്മളെ ട്രിഗർ ചെയ്യും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ് കുറ്റപ്പെടുത്തിയോ ഡിസ്കാർഡ് ചെയ്തോ ഡീവാലുവേഷൻ ചെയ്തോ നമ്മുടെ മൂഡ് കളയും. മൂഡ് കളഞ്ഞതിന് ശേഷം അവർ ചിന്തിക്കുന്നത് അവരിപ്പോൾ സക്സസ്, അതായത് പ്രശ്നമുണ്ടാകുന്ന സമയത്ത് അവർ സക്സസ് ആയിട്ടും മറ്റുള്ളവർ ഫെയിലിയർ ആയിട്ടാണ് അവർ കണക്കാക്കുക. എന്നാൽ മറ്റുള്ളവർ ആസ്വദിക്കുന്ന സമയത്ത് മറ്റുള്ളവർ സക്സസ്സും ഇവർ ഫെയിലിയർ ആയിട്ടാണ് കണക്കാക്കുക. ബാലൻസ് ചെയ്തൊരു ചിന്ത അവർക്കില്ല. അതായത് രണ്ട് പേർക്കും സന്തോഷം, രണ്ട് പേർക്കും സമാധാനം, രണ്ട് പേർക്കും ഹാപ്പിനെസ്, രണ്ട് പേർക്കും ഒരുപോലെ പോവാം, അങ്ങനെ ഒരു സംഗതി അവർക്കില്ല. ഒന്നോ അവർ സക്സസ്, അപ്പോൾ നമ്മൾ ഫെയിലിയർ, അല്ലെങ്കിൽ മറ്റുള്ളവർ ഫെയിലിയർ, നമ്മൾ സക്സസ്. ഇവരെ സംബന്ധിച്ച് എപ്പോഴും ഇവർ സക്സസ് ആയിക്കൊണ്ടേയിരിക്കണം. ഇവർ സക്സസ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവർ ദുഃഖിച്ചുകൊണ്ട്, പ്രയാസപ്പെട്ട്, അല്ലെങ്കിൽ കൺട്രോൾ നഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അടിമയെപ്പോലെ ജീവിച്ചേ തീരും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നാർസിസിസ്റ്റിൻ്റെ കൂടെ ജീവിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സന്തോഷം അവർ ആഗ്രഹിക്കുന്നില്ല, നിങ്ങളുടെ ഹാപ്പിനെസ്സോ നിങ്ങളുടെ നേട്ടങ്ങളോ അവർ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാർസിസിസ്റ്റിനോട് സന്തോഷം ഷെയർ ചെയ്യുന്നതോ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നതോ നല്ലതല്ല എന്ന് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അവരെ ട്രിഗറാക്കും. നേരെ മറിച്ച് നിങ്ങൾ ദുഃഖിക്കുമ്പോൾ, നിങ്ങൾ പ്രയാസപ്പെടുമ്പോഴൊക്കെ അതറിയുന്ന സമയത്ത് അവർക്ക് ആശ്വാസവും സന്തോഷവും ഒരു ഹാപ്പിനെസ്സും കൺട്രോളിങ് കിട്ടുന്നുള്ള ഒരു വിശ്വാസമൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പൊതുവേ നമ്മൾ വിക്ടിമിനോട് പറയുന്നത്, നാർസിസിസ്റ്റിൻ്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം വലിയ രീതിയിൽ കാണിക്കരുത്, നിങ്ങളുടെ നേട്ടങ്ങളെ നിങ്ങൾ അവതരിപ്പിക്കരുത് എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സീറോ സം തിങ്കിങ് ആണ്. പറഞ്ഞ മനസ്സിലായല്ലോ? സീറോ സം തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ആയേ തീരൂ എന്ന വാശിയാണ്. ഇവിടെ +1 ആണെങ്കിൽ ഇവിടെ -1, അല്ലെങ്കിൽ 0, ഇന്നൊരു ചിന്തയാണ് ഇവർക്കുള്ളത്. അതായത് ഇവിടെയും സക്സസ് ഇവിടെയും സക്സസ് എന്നൊരു ചിന്ത അവർക്കില്ല. രണ്ടു പേർക്കും ഒരേ രീതിയിൽ വിജയിക്കാൻ പറ്റും. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വിജയിക്കാം, ഒരുമിച്ച് നല്ല സന്തോഷത്തോടെ വാഴാം, ഒരുമിച്ച് ഹാപ്പി ആവാം, ഒരുമിച്ച് നേട്ടങ്ങൾ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് നേടാം എന്ന ചിന്തയൊന്നും അവർക്കില്ല. അവരെ സംബന്ധിച്ച് അവരുടെ സക്സസ് മാത്രമാണ് മെയിൻ. മറ്റുള്ളവരൊക്കെ ഫെയിലിയർ ആവണം, മറ്റുള്ളവരൊക്കെ ഫെയിലിയർ ആയാൽ മാത്രമേ അവർക്ക് സക്സസ് ആവൂ എന്ന ചിന്തയാണ്. മനസ്സിലായില്ലേ? ലാസ്റ്റ് ഒന്നും കൂടി പറയാം. മറ്റുള്ളവർ ഫെയിലിയർ ആയാൽ മാത്രമേ അവർ സക്സസ് ആവൂ എന്നുള്ള ചിന്താഗതിയാണ് അവർക്ക്. അതുകൊണ്ട് തന്നെ അവരെ മാറ്റാനൊന്നും നിങ്ങൾ ശ്രമിക്കേണ്ട. നിങ്ങളുടെ ഹാപ്പിനെസ്, നേട്ടങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പിടിക്കുന്നത് നല്ലതായിരിക്കും. ഇനിയൊരു കാര്യം പറയാനുള്ളത്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ കേസ് ഡയറി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എൻ്റെ ജീവിതത്തിലെ രസകരമായ അനുഭവങ്ങൾ ഒരു മാല പോലെ കോർത്തെഴുതിയ പുസ്തകമാണ്. നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ട, ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞ ഒരു പുസ്തകമാണ്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പുസ്തകം ലഭിക്കും. വീണ്ടും കാണാം. നന്ദി.